ഈ കഠിനമായ ചൂടുകാലത്ത് നമ്മുടെ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കംപ്ലൈന്റ് ആകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇൻഡക്ഷൻ കുക്കറുകൾ. പുറത്തെ ഉയർന്ന താപനിലയും കുക്കറിനുള്ളിലെ ചൂടും കൂടിച്ചേരുമ്പോൾ സർക്യൂട്ടുകൾ കത്തിപ്പോകുന്നതിനും അകത്തെ കമ്പോണൻസ് ഡാമേജ് ആകുന്നതിനും സാധ്യതയുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ വേനൽക്കാലത്ത് ഇൻഡക്ഷൻ കുക്കർ കേടാകാതെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചൊരു 7 ടിപ്സുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, സീടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമതായിട്ട് ഫാനിന്റെ പ്രവർത്തനം പരിശോധിക്കുക എന്നുള്ളതാണ്. ഇൻഡക്ഷൻ കുക്കറിലെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഈ കൂളിംഗ് ഫാൻ എന്നുള്ളത്. എപ്പോഴും ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യുമ്പോൾ ഈ ഫാൻ ശരിയായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി കമന്റ് ബോക്സിൽ വന്നിട്ട് ഓരോ പ്രാവശ്യം ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്തിട്ട് അത് പൊക്കി നോക്കണമെന്ന് ചോദിക്കാൻ നിൽക്കേണ്ട. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഇൻഡക്ഷൻ കുക്കറിന്റെ ഫാനിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനെന്തെങ്കിലും സൗണ്ട് വ്യത്യാസമുണ്ടോ, അത് കറക്റ്റായിട്ട് കറങ്ങുന്നുണ്ടോ എന്നുള്ളത്. ഫാനിന്റെ സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ടെക്നീഷ്യനെ കാണിച്ച് ആ തകരാർ പരിഹരിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ പിന്നീട് വരാൻ പോകുന്ന ഒരു വലിയ ചെലവും സമയനഷ്ടവും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഫാനിൽ ഇതുപോലെ പൊടി അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ എയർ വലിച്ചെടുക്കാൻ തടസ്സം ഉണ്ടാവും. ഇത് മദർ ബോർഡിലെ IGBTയും കപ്പാസിറ്ററുകളും ഓവറായിട്ട് ഹീറ്റ് ആയിട്ട് കംപ്ലൈന്റ് ആവാൻ കാരണമാവും. ഇടയ്ക്ക് ഇതുപോലൊരു ചെറിയ ബ്രഷ് കൊണ്ട് നമുക്ക് തന്നെ ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് ശരിയായ വായു സഞ്ചാരം. നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് ഇൻഡക്ഷൻ കുക്കർ ഭിത്തിയോട് ചേർത്തോ അല്ലെങ്കിൽ ഇടുങ്ങിയ സ്ഥലങ്ങളിലോ വെച്ച് ഉപയോഗിക്കുക എന്നുള്ളത്. കുക്കറിലെ ചൂട് പുറന്തള്ളുന്നതിന് വശങ്ങളിലൂടെയും അടിവശത്തൂടെയുമുള്ള വായു സഞ്ചാരം ഇൻഡക്ഷൻ കുക്കറിന് അത്യാവശ്യമാണ്. ഇൻഡക്ഷൻ കുക്കർ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് വെച്ച് ഉപയോഗിക്കാതിരിക്കുക. കുറഞ്ഞത് ഒരു 4 ഇഞ്ച് ദൂരമെങ്കിലും എല്ലാ വശങ്ങളിലും നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യമാണ് ഉപയോഗത്തിന് ശേഷം ഉടൻ പ്ലഗ് ഓഫ് ചെയ്യുക എന്നുള്ളത്. പലരും പാചകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡയറക്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യരുത്. പാചകം കഴിഞ്ഞാലും ഇൻഡക്ഷൻ കുക്കറിലെ ചൂട് പൂർണ്ണമായിട്ട് പുറത്തു പോകാൻ കുറച്ച് സമയം കൂടി ആ ഫാൻ വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഫാൻ കറങ്ങി നിൽക്കുന്നത് വരെ മെയിൻ പവർ നമ്മൾ ഓഫ് ചെയ്യാതിരിക്കുക. ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്വിച്ച് പവർ, അതായത് മെയിൻ പവർ ഓഫ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായ വൈദ്യുതി നഷ്ടത്തോടൊപ്പം ഇൻഡക്ഷൻ കുക്കറിന്റെ ലൈഫ് കുറയുന്നതിനും ഇതൊരു കാരണമാണ്. നാലാമതായിട്ട് പാത്രങ്ങളുടെ തെറ്റായ ഉപയോഗമാണ്. ഇൻഡക്ഷൻ കുക്കറിൽ കട്ടി കുറഞ്ഞ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇൻഡക്ഷൻ കുക്കർ പെട്ടെന്ന് എറർ കാണിക്കാനോ ഓഫ് ആകാനോ സാധ്യതയുണ്ട്. കാരണം കട്ടി കുറഞ്ഞ പാത്രങ്ങൾ പെട്ടെന്ന് അധികമായിട്ട് ചൂടാവുകയും ആ ചൂട് ഇൻഡക്ഷൻ കുക്കറിന്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഇൻഡക്ഷൻ ബേസ് പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പാചകം കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറിന്റെ മുകളിൽ തന്നെ പാത്രങ്ങൾ വെച്ചേക്കാതെ പാത്രം മാറ്റി വെക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിലെ ചൂട് ഇൻഡക്ഷൻ കുക്കറിന്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ആ ബോഡി ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഡക്ഷൻ വെക്കുന്ന ടേബിളിന്റെ പുറത്താണെങ്കിൽ അതിനകത്ത് ഇടുന്ന മേശവിരി, പ്ലാസ്റ്റിക് ഷീറ്റുകൾ മുതലായവ. നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഒരു സാധാരണ ടേബിളിൽ, മേശവിരിയുള്ള ടേബിളിലാണ് നമ്മൾ വെച്ചേക്കുന്നതെങ്കിൽ ഫാൻ എയർ വലിച്ചെടുക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് മുകളിലേക്ക് വന്ന് ഈ ഹോളുകൾ അടഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇൻഡക്ഷൻ കുക്കറിലെ ചൂട് അധികമായിട്ട് വർദ്ധിപ്പിക്കും. ഇൻഡക്ഷൻ കുക്കർ എപ്പോഴും നിരപ്പായ ഒരു കട്ടിയുള്ള പ്രതലത്തിൽ വെച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. വേനൽക്കാലത്ത് AC പോലുള്ള ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് കൊണ്ട് വോൾട്ടേജ് ലൈനിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ വോൾട്ടേജിൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിന്റെ സർക്യൂട്ടിന് ദോഷകരമാണ്. വോൾട്ടേജ് കുറവാണെങ്കിൽ ആ സമയത്ത് പരമാവധി ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം ഒഴിവാക്കുക. മിക്കവാറും എല്ലാ ഇൻഡക്ഷൻ കുക്കറുകളിലും നമുക്ക് വോൾട്ടേജ് ഷോ ചെയ്യാൻ ഒരു കീ അതിലുണ്ടാവും. അതിൽ നമ്മൾ പ്രസ് ചെയ്താൽ അപ്പോൾ ലൈനിലുള്ള വോൾട്ടേജ് നമുക്ക് അറിയാൻ പറ്റും. പരമാവധി വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാതിരിക്കുക. അത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന്റെ ലൈഫിന് നല്ലതാണ്. ഒപ്പം വരാനിരിക്കുന്ന KSEBയുടെ വൈദ്യുതി നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ പീക്ക് അവറിലുള്ള ലോഡ് നമ്മൾ കുറയ്ക്കുക എന്നുള്ളത്. ഏഴാമതായിട്ട് ഗ്ലാസ് ടോപ്പ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. പലരും അത്ര കാര്യമായിട്ട് ഗവനിക്കാത്ത ഒരു കാര്യമാണ് ഇൻഡക്ഷൻ കുക്കറിന്റെ ടോപ്പ് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുമ്പോൾ പാത്രം ചൂടാവുകയും ആ ചൂട് ഗ്ലാസ് ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഗ്ലാസ് ടോപ്പിന്റെ മുകളിൽ കരിയോ ഭക്ഷണാവശിഷ്ടങ്ങളോ കട്ടിയായി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ നിന്നുള്ള ആ ചൂട് പുറത്തേക്ക് പോകാൻ കഴിയാതെ ഗ്ലാസ് ടോപ്പിനും കോയിലിനും ഇടയിൽ തങ്ങി നിൽക്കുകയും ഇത് സെൻസർ തെറ്റായ റീഡിംഗ് കാണിക്കുന്നതിനും ഇൻഡക്ഷൻ കുക്കർ ഓഫ് ആയി പോകുന്നതിനും കാരണമാകാറുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസത്തെ ഉപയോഗത്തിന് ശേഷം ഗ്ലാസ് ടോപ്പ് വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക.
ഇത്തരം ലളിതമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഡക്ഷൻ കുക്കറിന്റെ ലൈഫ് വളരെയധികം കൂട്ടാൻ നമുക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.